നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളെ മാതൃകാപരമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ അതിജീവിച്ച കേരളം മൂന്നാം ഘട്ടത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ലോക്ക്ഡൗൺ പിൻവലിച്ച ശേഷം ഗൾഫ് രാജ്യങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ കേരളത്തിന് പുറത്ത് രോഗം വ്യാപകമായ സ്ഥലങ്ങളിൽ നിന്നും മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലെത്തുന്ന സ്ഥിതിയുണ്ടായാൽ അതിനെ നേരിടാനും അവരിൽ നിന്ന് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനും ആവശ്യമായ നടപടികളാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പരിഗണിക്കുന്നത്. സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി പൊതുഗതാഗത സംവിധാനങ്ങളാകെ നിശ്ചലമാകുകയും സംസ്ഥാന ജില്ലാ അതിർത്തികൾ അടഞ്ഞുകിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത്തരമൊരു ഭീതിയുടെ ആവശ്യമില്ലെങ്കിലും നിയന്ത്രണങ്ങളിൽ അയവ് വരുന്ന മുറയ്ക്ക് മറുനാടൻ മലയാളികളുടെ മടങ്ങിവരവ് സംസ്ഥാനത്തിനൊരു ഭീതിയാകും. രോഗം ഭയന്നും ഒഴിവാക്കാനാവാത്ത അത്യാവശ്യങ്ങളാലും നാട്ടിലേക്ക് എത്തുന്നവരെ ആർക്കും തടയാനുമാകില്ല. മലയാളികൾ ഏറെയുള്ള മുംബൈ, തമിഴ്നാട്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കോവിഡ് ബാധിതരായ നഴ്സുമാരും ഉൾപ്പെടെയുള്ള മലയാളികൾ യാത്രാവിലക്കിൻ്റെ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നാൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ ശ്രമിക്കും. ചികിത്സയും ഭക്ഷണവും ഇല്ലാതെ വലയുന്ന നഴ്സുമാരുടെ വാർത്തകളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളുടെ പുറത്തു വന്നതും ഈ നിഗമനത്തിന് പിന്നിലുണ്ട്. അതേസമയം വിമാനം, ട്രെയിൻ ഗതാഗതം ആരംഭിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും നിരവധി പേർ ഓൺലൈൻ മുഖാന്തരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ട്രെയിൻ ഗതാഗതത്തേക്കാൾ മുമ്പ് വിമാന സർവീസുകളാവും ആരംഭിക്കുകയെന്ന് കരുതി വിമാന ടിക്കറ്റുകളാണ് അധികം പേരും ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾക്ക് അയവ് വരുന്ന മുറയ്ക്ക് നാട്ടിലെത്തുന്നവരിൽ നിന്ന് രോഗവ്യാപനത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുടരുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ആരോഗ്യവകുപ്പിന് മുന്നിലുള്ള വെല്ലുവിളി. റോഡ് മാർഗമോ റെയിൽ മാർഗമോ പുറത്തുനിന്ന് എത്തുന്നവരെ പരിശോധനയ്ക്ക് ശേഷം അതിർത്തികളിൽ തന്നെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഏറ്റെടുത്ത് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഒരുക്കി 28 ദിവസം പാർപ്പിച്ച ശേഷം രോഗബാധയിൽ നിന്ന് സ്ഥിരീകരിച്ച് നാട്ടിലേക്ക് കടത്തിവിടുകയാണ് പരിഹാരം. അതിനിടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ COVID-19 രോഗബാധിതരുടെ എണ്ണം 10,000 കടന്നു. 2659 ഉയർന്നു. സൗദി അറേബ്യയിൽ 2932 പേർക്കും ഒമാനിൽ 419 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ 855 പേർക്കും ബഹ്റൈനിൽ 811 പേർക്കും ഖത്തറിൽ 2200 പേർക്കും ഇതിനോടകം രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ നിരവധി ഇന്ത്യക്കാരുമുണ്ട്. അതേസമയം ഇന്ത്യക്കാരടക്കം 70ഓളം പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായത്. ഇതുവരെ 1600ഓളം പേർ രോഗമുക്തരുമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.